ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിതാ ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കപ്പയും മീൻ കറിയാണ് കേട്ടോ. ഇവിടെ നല്ല കപ്പയും കിട്ടും, അതുപോലെ തന്നെ നല്ല മീൻ മത്തിയാണ്. മത്തി ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്ന ടൈമാണല്ലോ. അപ്പോൾ അധികം വലിയതല്ല, ചെറിയ മീഡിയം സൈസിലുള്ള മത്തിയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മത്തിയും ഈ കപ്പയും ഇഷ്ടമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ചോറ് തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നും ആർക്കും ഇല്ല. ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ, ചോറിനേക്കാളും ഇഷ്ടം അങ്ങനെ വേറെ എന്തെങ്കിലും കഴിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ കപ്പയൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലിട്ടാകുമ്പോൾ ഒരൊറ്റ വിസിൽ വന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചാൽ മതി. വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ ഒരു കൊഴുപ്പ് പോലെ വരും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ആ വെള്ളം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കപ്പ. ഈ കപ്പ വെച്ച് കഴിഞ്ഞിട്ട് വേണം അത് വിസിൽ വരുന്ന ടൈമിലേക്ക് നമുക്ക് മത്തി ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ടൈം അവിടെ അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും. വിസിൽ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മത്തി ക്ലീനാക്കി എടുത്തു. ഇനി അതിന് ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. സവാള, തക്കാളി എല്ലാം ഇട്ടിട്ട്, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട്. ഇവിടെയും കുടംപുളി തന്നെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് കറിക്ക്. ഇതിൽ മുളകും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവി റെഡിയാക്കുകയാണ്. ഇതൊന്നും പിന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന്. ഇത് ഗ്രേവി റെഡിയാക്കാനുള്ളതാണ് കേട്ടോ. മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് അത് നന്നായി തിളച്ച് വന്നിട്ട് വേണം അതിലേക്ക് മീൻ ചേർത്ത്. ഗ്രേവി റെഡി ആകുമ്പോഴേക്കും ഇതിപ്പോൾ തണുത്ത് കാണും. കുക്കർ കുറേ സമയമായിട്ട് മാറ്റി വെച്ചാണല്ലോ. അപ്പോൾ അതൊന്ന് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കും. കപ്പ ഞാൻ വെള്ളമൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വറവിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുക. വറവിട്ട് നന്നായിട്ട് ഉടച്ചിട്ട്, അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം.
കണ്ടില്ലേ, സ്പൂൺ കൊണ്ടൊന്ന് തൊടുമ്പോഴേക്കന്നെ നന്നായിട്ട് ഉടഞ്ഞ് കൂടി വരുന്നത്. പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. മീൻ കറി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്. മീൻ ചെറുതായതുകൊണ്ടാണ്